നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുട്ടികൾക്ക് നിന്നതിന് എനിക്ക് സമയമില്ല. ക്ഷേത്രത്തിൽ പൊങ്കാലിടണ്ടേ? അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ. കൊണ്ടുപോകാനുള്ള വിറക് ഇതുവരെ കെട്ടിയിട്ടില്ല. പൊങ്കാല കഴിയുമ്പോഴേക്കും കാപ്പ് കെട്ടാനുള്ള സമയമാവും. അതിന് വേണ്ടതും തയ്യാറാക്കണം. ഒരു 5 മിനിറ്റ് മതി. ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എടി, നീ എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? അവിടെ 100 കൂട്ടം പണി കിടക്കുക. അത് ചെയ്തോണ്ടിരുന്നതിന്റെ ഇടയിലാ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേ. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് അത് പറയുന്നുമില്ല. അവള് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാന്ന് മാഡത്തിനറിയോ? എനിക്കറിയാം. എന്തിനാ? അത് ഞാൻ പറയില്ല, പാറു തന്നെ പറയും. അച്ഛനിത് വാങ്ങിക്കേ. ഇതെന്താ മോളെ? അച്ഛനും മുണ്ടും ഷർട്ടും, അമ്മയ്ക്കും ചേച്ചിക്കും സാരി. ഞാൻ വരുമ്പോ കൊണ്ടുവന്നതാ. അമ്മയ്ക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്തിനാ മോളെ ഇതൊക്കെ? ജോലി കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നേ. വെറും കൈയോടെ വരാൻ കഴിയോ? അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ? ഞങ്ങൾക്ക് എന്തിനാ മോളെ? നീതുവിനും അപ്പൂനും അമ്പാടിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാ മതിയായിരുന്നു. അവര് കുട്ടികളല്ലേ. നിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാറ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നതല്ലേ. സന്തോഷത്തോടെ സ്വീകരിക്കല്ലേ വേണ്ടത്. സന്തോഷം തന്നെ. സന്തോഷം മാത്രമല്ല, എന്റെ മോളെ ഓർത്ത് എനിക്ക് അഭിമാനമാ. തന്നെ മോളെ. ഇത് ചേച്ചിക്ക്. ചേച്ചിക്ക് ഇഷ്ടായോ? നല്ല ഭംഗിയുണ്ട്. അച്ഛന് ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടമായി. കിട്ടുന്ന കാശ് മുഴുവൻ കടക്കാരുടെ കയ്യിലേക്കല്ലേ പോകുന്നത്. ഇനി എപ്പോഴാ വാങ്ങിക്കാൻ കഴിയാന്ന് അറിയില്ലല്ലോ. കനൽ കലശത്തിന് ക്ഷേത്രത്തിൽ പോകുമ്പോ ഇതിട്ടാ മതി. അത് മോള് പ്രത്യേകം പറയണോ? ഇതെടുത്ത് ദേവിയുടെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കും. എന്നിട്ട് എന്റെ പൊന്നുമോള് വാങ്ങി തന്നാന്ന് പറയും. ഇങ്ങനൊരു ഭാഗ്യം തന്നേന് ദേവിയോട് നന്ദിയും പറയും. അതിനെന്തിനാ കരയുന്ന? സന്തോഷിക്കല്ലേ വേണ്ടത്. സന്തോഷിക്കുക. സന്തോഷം തന്നെ. എന്നാ എല്ലാരെയും കൂട്ടി ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ അച്ഛാ. മോള് വയ്ക്കോ. ചടങ്ങിനെ കുറിച്ചൊക്കെ അവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്. ചേച്ചിയും മോള് ചെല്ലും. വരും മേഡം, വാ. എല്ലാവരും കറങ്ങാൻ പോവാണോ? പാടവരമ്പത്തോടെ കാറ്റും കൊണ്ട് നടക്കുന്നത് ഒരു സുഖമാണ്. പക്ഷേ ടൗണിൽ ജനിച്ചു വളർന്നവർക്ക് നടന്ന ശീലം ഉണ്ടാവില്ലല്ലോ. വണ്ടി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാറോ വാഹനോ എന്തു വേണമെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾ പാറുവിന്റെ അതിഥികളല്ലേ. പാറുവിന്റെ അതിഥികൾ എന്റെ അതിഥികളാ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അല്ലേ പാറു? നീ നിന്റെ അച്ഛനും ചേച്ചിക്കും പുതിയ ഡ്രസ് കൊടുത്ത് ഞാൻ അറിഞ്ഞു. ടൗണിൽ നിന്ന് നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ പാറു? രുദ്രപ്രതാപനിപ്പോ എന്താ വേണ്ടേ? അയ്യോ, ഞാൻ നിങ്ങൾക്കൊരു അലോസരം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. കുറെ കാലത്തിന് ശേഷമല്ലേ പാറുവിനെ കാണുന്നത്. വന്നിറങ്ങിയപ്പോ കണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. യാത്ര കഴിഞ്ഞ് വന്നയാളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ പെട്ടെന്നങ്ങ് പോയത്. എനിക്ക് പാറുവിനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പൂജയും വഴിപാടുകളും പൂർത്തിയാക്കാനാ പാറു വന്നിരിക്കുന്നത്. പാറുവിന്റെ കൂടെ ഉത്സവം കൂടാനാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അലൗസറുണ്ടാക്കാൻ വന്നതല്ലെന്ന് നീ പറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ ഈ വരവ്
ഇവർക്ക് അലോസരം തന്നെ. നിനക്ക് ഇവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞിട്ട് വാ. മുതലാളി എപ്പോ സംസാരിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആരോട് എപ്പോ സംസാരിക്കണമെന്ന് മുതലാളി തീരുമാനിക്കും. മുതലാളി പറയുന്നത് മുഴുവനും കേൾക്കാതെ ഇവൾ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. രുദ്രൻ ആരോട് എപ്പോ സംസാരിക്കണമെന്ന് രുദ്രൻ തീരുമാനിക്കും. പക്ഷേ ആര് പറയുന്നത് കേൾക്കണമെന്ന് എപ്പോ കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർവതിയ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പാർവതിക്ക് ഇപ്പൊ സൗകര്യമില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. മുതലാളിയോട് ഇവിടുന്ന് പോകാൻ പറയാൻ നീ ആരാടാ? ടൗണിൽ നീ വലിയ കില്ലാടിയായിരിക്കും, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതലാളിയാ. മുതലാളിയോട് കോർത്തിട്ട് ഒരു രാത്രി ഇവിടെ ആദ്യം ഉറങ്ങാൻ നിനക്ക് കഴിയില്ല. അറിയോ നിനക്ക്? ഉണ്ണി വേണ്ട. ഈ രുദ്രപ്രതാപിനെ കുറിച്ച് പാറുവും ലക്ഷ്മിയൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു കുഴപ്പോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയ ഈ എടുത്തുചാട്ടം അങ്ങ് നിന്നോളും. എന്നെ ശരിക്കും മനസ്സിലാക്കിയ എടുത്തുചാട്ടം നിന്നോളൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ വലിയ വീരശൂര പരാക്രമിയാണ് എന്നൊന്നുമല്ല. ഇങ്ങോട്ട് മുട്ടാൻ വന്നാൽ ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കില്ല എന്നൊരു കുഴപ്പമുണ്ട്. അത് പിന്നെ നട്ടലുള്ള ആണുങ്ങളാവുമ്പോ അതങ്ങനെ തന്നെയാണല്ലോ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനും ഈ പാറുവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാ ഞാനിവളുടെ ഭാവി വരന. രുദ്രപ്രതാപ, എന്റെ ക്ഷമ പരീക്ഷിക്കാതെ നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്ത് ക്ഷമ പരീക്ഷിക്കുന്നുവെന്നാ? ഞാൻ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുമ്പോ എത്ര കാശ് വേണമെങ്കിലും തന്ന് സഹായിക്കാന്ന് പറഞ്ഞ് ഒരാളെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളൂ. അത് ഈ രുദ്രപ്രതാപന. അത് നിങ്ങൾ മറന്നുപോയോ? എനിക്കിതിന്റെ ചെല്ലിക്കാശ് പോലും വേണ്ടെന്ന് നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നീ മറന്നുപോയോ? ഇല്ല ഇല്ല ജനകൻ ചേട്ടാ, ഒന്നും മറക്കുന്നവനല്ല ഈ രുദ്രപ്രതാപൻ. അതുകൊണ്ടല്ലേ പാറു അവധിക്ക് വന്നെന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടി വന്നത്. ഇനി ടൗണിലേക്ക് തിരിച്ചു പോകണ്ടെന്ന് പറയാൻ നീ കമ്പനി കടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കുന്നില്ല പാറു. ഞാൻ പറഞ്ഞത് സത്യോ ജനകൻ ചേട്ടാ. ഞാനൊന്നും മറന്നിട്ടില്ല. നിങ്ങൾക്ക് തന്ന വാക്കും ഞാൻ മറന്നിട്ടില്ല. കൈവിട്ടുപോയ നിങ്ങളുടെ വീട് സ്ഥലവും ഞാൻ തിരിച്ചു വാങ്ങിത്തരും. നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന് പകരം അതേ അളവിൽ സ്വർണം വാങ്ങിത്തരും. യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ലക്ഷ്മിയുടെ കല്യാണവും നടത്തിത്തരും. ഇതിനെല്ലാം പകരമായി നിങ്ങൾ എനിക്ക് തരേണ്ടത് ഒന്നു മാത്രം. പാർവതി. ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നാൽ അടുത്ത നിമിഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശുക്രൻ ഉദിച്ചു നിൽക്കും.